ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്കൽ സംക്രാന്തി റിലീസായി ഇന്നലെ ജനുവരി 9 വെള്ളിയാഴ്ച എത്തിയിട്ടെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് രാജാ സാബ്. മാരുതി തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഒരു ഫാന്റസി ഹൊറർ കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ പ്രഭാസ്, സഞ്ജയ് ദത്ത്, മാളവിക മോഹനൻ, ബൊമൻ ഇറാനി, നിധി അഗർവാൾ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ പ്രീമിയർ ഷോയിലൂടെ 2.5 കോടി രൂപയും ഇന്നലെ വെള്ളിയാഴ്ച 5.5 കോടി ഉൾപ്പെടെ 8 കോടി രൂപയാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ. ആന്ധ്ര, തെലങ്കാനയിൽ വ്യാഴാഴ്ച 8.5 കോടി പ്രീമിയർ ഷോ വഴി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച 49 കോടി 50 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. അങ്ങനെ 58 കോടി രൂപയാണ് പ്രീമിയർ ഷോ ഉൾപ്പെടെ ആദ്യ ദിവസം കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ പ്രീമിയർ ഷോ വഴി 28 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച 1 കോടി 41 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 1 കോടി 69 ലക്ഷം രൂപയാണ് ആദ്യ ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് 7 കോടി 76 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 75 കോടി 60 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് ആദ്യ ദിവസം 26 കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 100 കോടി 90 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ശിവകാർത്തികേയൻ നായകനായി സുധാ കൊങ്കര തിരക്കഥ വഴി സംവിധാനം ചെയ്ത് പൊങ്കൽ റിലീസായി ഇന്ന് ജനുവരി 10 ശനിയാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് പരാശക്തി. രവി മോഹൻ, അഥർവ, ശ്രീലീല, ഗുരു സോമസുന്ദരം, റാണ ദഗപതി എന്നിവരോടൊപ്പം മലയാളി താരം ബേസിൽ ജോസഫും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 5 കോടി 38 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 78 ലക്ഷം രൂപയും കേരളത്തിൽ 16,45,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് പ്രീസെയിലായി ലഭിച്ചിട്ടുള്ളത്. ടോട്ടൽ 6 കോടി 72 ലക്ഷം രൂപയാണ് ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ. വിദേശത്ത് നിന്ന് $3,24,000 കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 2 കോടി 92 ലക്ഷം രൂപ. അങ്ങനെ വേൾഡ് വൈഡ് പ്രീസെയിലായി ഈ സിനിമ 9 കോടി 64 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ജനുവരി 10 ശനിയാഴ്ച റിലീസ് ചെയ്ത മലയാള സിനിമയാണ് പെണ്ണുകേസ്. നിഖില വിമൽ നായികയായി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഹക്കിം ഷാ, അജു വർഗീസ്, രമേശ് പിഷാരടി, ഇർഷാദ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമ ഇന്നലെ രാത്രി പ്രീമിയർ ഷോ വഴി കേരളത്തിൽ കളക്ട് ചെയ്തത് 13 ലക്ഷം രൂപയാണ്. ഇതുൾപ്പെടെ കേരളത്തിൽ പ്രീസെയിലായി ഈ സിനിമ 21 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 28 ലക്ഷം രൂപയുമാണ്. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് സർവ്വമായ. ഈ സിനിമ 16-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1 കോടി 72 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 16 ദിവസം കൊണ്ട് കേരളത്തിൽ 60 കോടി 5 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 123 കോടി റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. സമീപകാലത്ത് തിയേറ്ററിലെത്തിയ 4 മലയാള സിനിമകളുടെ OTT ഡീലിംഗ് റേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ കളങ്കാവൽ എന്ന സിനിമ 15 കോടി രൂപയ്ക്കാണ് OTT റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത്. ഈ വരുന്ന ജനുവരി 16 സോണി ലീവ് OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നിലവിൽ 84 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെ ടോട്ടൽ 100 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട്. ദിലീപ്, മോഹൻലാൽ എന്നിവർ പ്രധാന വേഷത്തിലെത്തി നവാഗത ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ബബ്ബ എന്ന സിനിമ 5 കോടി രൂപയ്ക്കാണ് OTT റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സിനിമയും ജനുവരി 16 C5 OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ വഴി സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് DS ഇറേ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 9 കോടി രൂപയ്ക്കാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഡിസംബർ 5 OTT സ്ട്രീമിംഗ് ആരംഭിച്ച ഈ സിനിമ ലോകമെമ്പാടുമായി 82 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്യുന്നത്. ഡിസംബർ 31 നെറ്റ്ഫ്ലിക്സ് വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ച മലയാള സിനിമയാണ് എക്കോ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 6 കോടി രൂപയ്ക്കാണ്. നവംബർ 21 തിയേറ്ററിലെത്തിയ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 48 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.